ലോകത്ത് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട നട്ടെല്ല് എന്ന് പറയുന്നത് അവരുടെ വരുമാനമാണ്. ആ വരുമാനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കയറ്റുമതിയിലൂടെ കിട്ടുന്ന വരുമാനമാണ്. ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ പണം വന്നു ചേരുമ്പോഴാണ് ആ രാജ്യത്തിന് വലിയൊരു സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. ഇങ്ങനെ ഏറ്റവും കൂടുതൽ കയറ്റുമതിയിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്തെ രാജ്യം ഏതാണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് ചൈന തന്നെയാണ്. അവരുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, മെഷീൻസ്, ടെക്സ്റ്റൈൽസ്, സ്റ്റീല്, അതുപോലെ ടോയ്സ് എല്ലാം നമ്മൾ ഉപയോഗിച്ച് പരിചിതമുള്ള കാര്യങ്ങളായിരിക്കാം. രണ്ടാമത്തെ കയറ്റുമതി രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ കയറ്റുമതി സെമി കണ്ടക്ടേഴ്സ്, എയർക്രാഫ്റ്റ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, കാറുകൾ ഇവയാണ്. എന്നാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ കയറ്റുമതി ഭീമന്മാർ ജർമ്മനിയാണ്. ജർമ്മനിയുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ കാറുകളും മെഷീനുകളും കെമിക്കൽസും ഇലക്ട്രോണിക്സുകളുമാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട കയറ്റുമതി ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം ചൈനയും അമേരിക്കയും വൻ രാഷ്ട്രങ്ങളാണ്. പക്ഷെ ജർമ്മനി എന്ന് പറയുന്നത് ചെറിയൊരു രാഷ്ട്രമാണ്. അവരാണ് മൂന്നാം സ്ഥാനത്ത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കയറ്റുമതിയിൽ. ജർമ്മനിയുടെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെയൊക്കെ ഒരു വലിപ്പമാണ് ജർമ്മനിക്കുള്ളത്. രണ്ടും കൂടെ ചേർന്നതല്ല, മധ്യപ്രദേശിൻ്റെതോ അതല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെയോ ഒരു വലിപ്പം എന്ന് പറയാം. നാലാം സ്ഥാനത്ത് കയറ്റുമതിയിലുള്ളത് നെതർലാൻഡ്സ് ആണ്. നെതർലാൻഡ്സ് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത് മെഷീനറി, കെമിക്കൽസ്, ഇലക്ട്രോണിക്സ് ഇവയാണ്. നെതർലാൻഡ്സിൻ്റെ വലിപ്പം എത്രയാണെന്നറിയുമോ? നമ്മുടെ രാജ്യത്തെ ചെറിയ സ്റ്റേറ്റുകളിൽ നിന്ന് താരതമ്യം നമ്മൾ പറയുന്ന പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളുടെയൊക്കെ വലിപ്പം വരുന്ന ഒരു രാജ്യമാണ് നെതർലാൻഡ്സ്. അവരാണ് ഗ്ലോബൽ എക്സ്പോർട്ടിങ്ങിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്നാൽ യൂറോപ്യന്മാരിൽ 2ാം സ്ഥാനവും, 1ാം സ്ഥാനം ജർമ്മനി. 5ാമത്തെ ഏറ്റവും വലിയ കയറ്റുമതി രാജ്യം നമ്മുടെ ഏഷ്യയുടെ മാനം കേൾക്കാൻ ജപ്പാൻ തന്നെയാണ്. വാഹനങ്ങളും ഇലക്ട്രോണിക്സും മെഷീനറിയും ഒക്കെയാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളും സുനാമിയും അഗ്നിപർവ്വതങ്ങളുമൊക്കെ അനുഭവിച്ച നാടാണ്. അതിനു പുറമെ നാഗസാക്കിയും ഹിരോഷിമയും എല്ലാം താണ്ടിയാണ് ജപ്പാൻ ഈ സ്ഥാനത്തെത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രായമായവരുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യം കൂടെയാണ് ജപ്പാൻ. എന്നുവെച്ചാൽ അവിടുത്തെ ജനസംഖ്യയുടെ 29% ആളുകളും 65 വയസ്സിന് മുകളിലുള്ളവരാണ്. അതുപോലെ സിംഗപ്പൂർ ഡോളറിനോടൊപ്പം സ്റ്റാബിളസ്റ്റ് ആയിരിക്കുന്ന ഏഷ്യൻ കറൻസിയും ജപ്പാൻ യെന്നാണ്. നമ്മുടെ മധ്യപ്രദേശും ഹിമാചൽ പ്രദേശും കൂടിയാലുള്ള വലിപ്പം എത്രയാണ്? അതാണ് ജപ്പാന്റെ വലിപ്പം. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനമോ? ഇന്ത്യയുടെ സ്ഥാനം വേൾഡ് എക്സ്പോർട്ടിങ്ങിൽ 17ാമതാണ്.